അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായിരിക്കുന്ന റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്ന അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക എന്നത്. വിനയത്തോടു കൂടെയായിരിക്കണം എല്ലാ ആളുകളോടും സംസാരവും ഇടപെടലുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാം. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾ അവർ ഭൂമിയിലൂടെ നടന്നു പോകുന്നത് അടക്കത്തോടു കൂടെയായിരിക്കും. നല്ല അടക്കത്തോടുകൂടെ നടന്നു പോവുകയും വിഡ്ഢികളായ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അവരോട് തർക്കിച്ചു നിൽക്കാതെ മാറിപ്പോകുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അനാവശ്യമായിരിക്കുന്ന തർക്കങ്ങളിലോ ചർച്ചകളിലോ ഇടപെടാൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കരിക്കാൻ മനുഷ്യന് ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്പം പോലും കിബറിൽ നിന്ന് അണുമണിത്തൂക്കം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു തന്നത് അതിൻ്റെ ഒരു അടയാളമാണ് ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖം തിരിഞ്ഞു കളയുക എന്നത്. എല്ലാവരെയും ഒരേ രൂപത്തിലായിരിക്കണം ഒരാൾ കാണേണ്ടത്. കിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നതിനിക്ക് മറുപടി ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ കിബറു ബത്തുറുൽ ഹഖി വഗമത്തുൻ നാസി, അത് സത്യത്തിനെ ധിക്കരിക്കലും ജനങ്ങളെ അവഗണിക്കലുമാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്. കിബറുണ്ടെന്നതിൻ്റെ അടയാളമാണ് മറ്റുള്ളവരെ അവഗണിക്കലും ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖം തിരിഞ്ഞു കളയലും. അതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വെച്ച് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ഇടത് കൈ കൊണ്ടായിരുന്നു ഭക്ഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലത് കൈ കൊണ്ട് ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ നിനക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആ കൈയിനെ അദ്ദേഹം വായിലേക്ക് ഉയർത്തിയിട്ടില്ല എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എത്ര വലിയ ആളാണെങ്കിലും നമ്മൾ മറ്റുള്ള ആളുകൾ, നമ്മളുടെ കീഴിലുള്ള ആളുകളോടാണെങ്കിലും മുകളിലുള്ള ആളുകളോടാണെങ്കിലും നല്ല രൂപത്തിലായിരിക്കണം പെരുമാറേണ്ടത്. മുതിർന്ന ആളുകളുടെ മുൻപിൽ നടക്കുന്ന ചെറിയ ആളുകൾക്ക് ശിക്ഷയെന്നോണം അവർക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയും, നിസ്കരിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു സമയം ഒത്തുവരുന്നില്ല, ഓതാനും ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമായിട്ട് വരില്ല. അതാണ് അതിൻ്റെ ശിക്ഷയായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായിരിക്കുന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വിനയത്തിൻ്റെയും നീതിയുടെയും പര്യായമായിരുന്നു. മഹാനവറുകൾ വലിയ ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയായിട്ട് പോലും അന്ന് ഖലീഫയായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരിക്കൽ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് അർദ്ധരാത്രിയിൽ നടന്നു പോകുന്നത് മഹാനായിരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു കാണാനിടവന്ന്. ആ സമയത്ത് മഹാനവറുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ പിന്തുടർന്ന് ഒരുപാട് പോയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വീട്ടിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. ഒരു ചെറ്റക്കുടിലേക്ക് മഹാനവർ കടന്നുപോയി. അബൂ തൽഹ റളിയല്ലാഹു അൻഹുക്കൊന്നും മനസ്സിലായില്ല. ഖലീഫ അർദ്ധരാത്രിയിൽ ഒരു വീട്ടിൽ കടന്നുപോയി എന്നല്ലാതെ മറ്റൊന്നും മനസ്സിലായില്ല. മഹാനവറുകൾ നാളെ രാവിലെ അന്വേഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു നടന്നു. രാവിലെ ആ വീട്ടിൽ പോയി നോക്കിയപ്പോൾ കണ്ണ് കാണാത്ത ഒരു വെറുതെ ആയിരിക്കുന്ന ഒരു സ്ത്രീ അവിടെ കട്ടിലിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തേക്ക് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, രാത്രിയിൽ ഒരാൾ വരാറുണ്ട്, അദ്ദേഹം എൻ്റെ മലമൂത്ര വിസർജനം നടത്തിയിരിക്കുന്ന പാത്രം വൃത്തിയാക്കി തന്നുകൊണ്ട് എൻ്റെ നാവിലേക്ക് ഈത്തപ്പഴം മൃദുലമാക്കി എൻ്റെ നാവിൽ വെച്ച് തരുമെന്ന് അന്ന് പറഞ്ഞിരിക്കുന്ന മഹാനായിരിക്കുന്ന ഉമറുൽ ഖത്താബ് തങ്ങളെയാണ് പറഞ്ഞത്. മഹാനവറുകൾ അന്ന് ഖലീഫയായിരുന്നിട്ട് പോലും അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ ഭരണാധികാരിയായിരുന്നു. മഹാനവറുകൾ അല്പം മരുക്കൻ സ്വഭാവമുള്ളവരാണ് എന്ന രൂപത്തിൽ സ്വഹാബത്തിൻ്റെ ഇടയിൽ മഹാനവറുകൾ ഖലീഫയായിരിക്കുന്ന സമയത്ത് ഒരു ചർച്ച വന്നിരുന്നു. അന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങളൊന്ന് പരാതി പറഞ്ഞു, ഖലീഫയോട് ഈ ഒരു പരുക്കൻ സ്വഭാവം ഒന്ന് മാറ്റണം, അല്പം കുറക്കണം എന്നൊന്ന് പറയണം എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോടൊന്ന് പറഞ്ഞു. കാരണം ജനങ്ങൾക്ക് പരാതി ബോധിപ്പിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരിക്കലും നിസ്കാരത്തിൻ്റെ ശേഷം എണീച്ചെന്ന് മഹാനവറുകൾ പറയുകയാണ്, എൻ്റെ ചെറുപ്പത്തിൽ ആടുകളെയും ഒട്ടങ്ങളെയും മേൽക്കലായിരുന്നു എനിക്ക് ജോലി.
എൻ്റെ പിതാവ് ഖത്താബ് എന്നെ നന്നായി അടിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു അല്പം പരിക്കൻ സ്വഭാവമുണ്ട്. ആരെങ്കിലും സത്യത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും. ഇസ്ലാമിനെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവൻ്റെ പാദസേവ ചെയ്യാനും ഞാൻ തയ്യാറാണ്. എന്നാൽ ഇസ്ലാമിനെ ആരെങ്കിലും നിന്ദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തലയെടുക്കാനും ഞാനുണ്ടാകുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാമെന്ന് ആ രൂപത്തിൽ ജനങ്ങൾക്ക് ഒരു ഭരണാധികാരി എന്നതിലപ്പുറം എല്ലാം ആയിക്കൊണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉണ്ടായിരുന്നത്. അഹങ്കാരം കൊണ്ട് ഒരാൾക്കും ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. അഹങ്കാരം കൊണ്ടാണ് ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് സുജൂദ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് ഇബ്ലീസിനെ പുറത്താക്കപ്പെട്ടു എന്നല്ലാതെ ആദം നബിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങൾ നല്ല രൂപത്തിലാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.